പുഡിങ്ങിനായിട്ട് ദേ ഞാൻ ഈ മിൽക്ക് മഗ്ഗിൽ ദേ ഈ മഗ്ഗിൽ മിൽക്ക് മഗ് അല്ല കേട്ടോ, ഞങ്ങൾ പാലെടുക്കണ കപ്പാണ്. അതിൽ 3/4 കപ്പ് പാല്. ആ പാലെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കാത്ത പാലാട്ടോ. ആ പാലെടുത്തു. ആ പാലിലേക്ക് ഈ സ്പൂണിന് ഒരു 2 വടിച്ച് 2 വടിച്ച് കോൺഫ്ലവർ ചേർത്ത് ആദ്യം നമുക്കതങ്ങ് മിക്സ് ആക്കണം. കോൺഫ്ലവർ കട്ട കെട്ടാതെ അങ്ങ് മിക്സ് ആക്കണം. കണ്ട. ഇനി അതിലേക്ക് ഈ സ്പൂൺ എടുത്താൽ തണുത്തിരിക്കുമല്ലോ, അത് വേണ്ട. ഈ സ്പൂണിന് ഒരു 3 സ്പൂൺ ഷുഗർ വടിച്ച്. ഷുഗർ ഒരുപാട് പുഡിങ് ആയതുകൊണ്ട് ഐസ്ക്രീം പോലെ മധുരം പുഡിങ്ങിന് വേണ്ടല്ലോ, അപ്പം 3 വടിച്ചിട്ടോ. ദേ ആ അളവ് സ്പൂൺ തന്നെയാണ് ഞാൻ വേറെ ഒരെണ്ണം എടുത്തെന്നുള്ളത്, നനഞ്ഞതായതുകൊണ്ട്. അപ്പം 3 സ്പൂൺ ഷുഗർ എടുത്ത് ഇതിൽ ചുമ്മാ ഒന്ന് മിക്സ് ആക്കിയാൽ മതി. പിന്നെ നമ്മൾ തവയല്ല, ഇത് പുഡിങ് ഉണ്ടാക്കണ പാത്രത്തിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാനുള്ളതാണ്. നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇത് നമ്മുടെ ഒരു ഈസി ടേസ്റ്റി പുഡിംഗ് ആണ് കേട്ടോ. ഈസിയാണ്, ടേസ്റ്റിയാണ്. മധുരം മുഴുവൻ വീണില്ലെന്ന് നോക്കിയതാ, വീണു. ഇനി നമുക്കതൊന്ന് തിളപ്പിക്കാം. പാലൊന്ന് പച്ചപ്പാലല്ലേ, തിളപ്പിച്ച പാലല്ലല്ലോ. അപ്പം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള ചോക്ലേറ്റിൻ്റെ ചിപ്സ് അതിലേക്കിട്ട് ലയിപ്പിക്കണം. ഒന്ന് ചൂടാവട്ടെ കേട്ടോ, ജസ്റ്റ്. പിന്നെ കുറച്ച് ചിപ്സ് ഡെക്കറേഷനും വെച്ചേക്കണം. അപ്പം നീ അന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് നേരത്തെ ഒരു എന്തോ ആവശ്യത്തിനത്. അപ്പം നമ്മൾ പാല് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് ഒരു 1/2 സ്പൂൺ ചോക്ലേറ്റിൻ്റെ കല്ല് പിടിച്ചിരിക്കുവാണല്ലോ ഫ്രിഡ്ജിലിരുന്നോണ്ട്, സ്പ്രെഡ് ചേർക്കണം. ഞാൻ എടുക്കട്ടെ. നമുക്ക് സ്വല്പം അത് ഫ്രിഡ്ജിലിരുന്നുകൊണ്ട് സ്വല്പം ആ ചോക്ലേറ്റിൻ്റെ സ്പ്രെഡ് അതിൽ ഇതായിട്ടിരിക്കുക, കട്ടയായിട്ടിരിക്കുക. അപ്പോൾ സ്വല്പം അതിൽ ലയിച്ച് ചേർന്നോളൂ എന്തായാലും പാല് ഉരുകുമ്പോൾ. പിന്നെ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് അല്ല, ചിപ്സ് എന്തായാലും ഇടണം കുറച്ച്. ഇതിപ്പോൾ കുറച്ച് സിറപ്പ് ചേർത്തെന്നല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഇത് ഇട്ട് ഇതങ്ങ് മെൽറ്റ് ആയിക്കോളും. കുറച്ചായിട്ടോ ഇട്ടിട്ടുള്ളൂ, അത്രയുള്ള പാലല്ലേ എടുത്തിട്ടുള്ളൂ. ഇനി അത് ശരിക്കും ഇളക്കി കോൺഫ്ലവറും ഒക്കെ ചേർന്നുകൊണ്ട് കുറുകി വന്നെ, ഇതെല്ലാം മെൽറ്റായി കുറുകി വന്നെ. ഞങ്ങളിപ്പം ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ സ്വല്പം പോരായ്കയായിട്ട് തോന്നിയത് കൊണ്ട് ഞങ്ങൾ സ്വല്പം സ്പ്രെഡ് കൂടി ചേർത്തു കേട്ടോ. ചോക്ലേറ്റ് സ്പ്രെഡ് ചേർത്തു. അതിന് ഓൾറെഡി മധുരം ഉണ്ട്, അത് കാരണം നമ്മൾ ഒരുപാട് മധുരം അതിനകത്ത് പിന്നെ ഇടേണ്ട ആവശ്യമില്ല. ഷുഗർ ഞങ്ങൾ പിന്നെ ഒട്ടും ആഡ് ചെയ്തിട്ടില്ല അല്ലേ. അപ്പം അതെ ഇങ്ങനെ പിന്നെ ചോക്ലേറ്റിൻ്റെ ഇത് കുറച്ചുകൂടെ കിട്ടണമെന്നുള്ളവർ കുറച്ചുകൂടെ ഇത് ചേർത്താൽ മതി. ഞങ്ങൾ ഈ പാകത്തിന് നിർത്തിയതാണ്. ഇനിയിപ്പോൾ നമ്മളിത് ഈ കുറുകൽ മതി. ഇനി നമ്മൾ തണുക്കാനായിട്ട് അനുവദിക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബൗളിലേക്ക് മാറ്റണത് എടുക്കാം. എന്നിട്ട് ഈ ലെയർ നമ്മൾ തണുപ്പിച്ച് ബൗളിൽ സെറ്റ് ആക്കിയിട്ട് വേണം അടുത്ത ലെയർ ചെയ്യാൻ. അപ്പം നമ്മളിത് തണുക്കട്ടെ, എന്നിട്ട് നമ്മൾ റെഡിയാക്കണത് കാണിക്കാം. വെള്ളത്തിൽ ഇറക്കി വെച്ച് ഇത് തണുപ്പിച്ചു. നന്നായിട്ട് തണുത്തു. ഇനി നമുക്ക് സ്പൂൺ ഇതും കൊണ്ട് കോരിയാൽ കിട്ടുമല്ലോ. നമുക്ക് ആദ്യം ഗ്ലാസ്സിലേക്ക് എടുക്കാം. നമ്മൾ ഈ പുഡിങ് ഗ്ലാസ് ആൻഡ് ബൗൾ പുഡിങ് ആട്ടോ, മറ്റേ ബൗളിൽ കട്ട് ചെയ്തെടുക്കുന്ന രീതിയിലല്ല വെക്കണേ. അപ്പം ഇതിലേക്ക് ഒഴിക്കട്ടെ കേട്ടോ. ഒരു ലെയർ ഒരു പോർഷൻ ഇതിൽ വേണം. പിന്നെയാണ് അടുത്ത പോർഷൻ ഉണ്ടാക്കി തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് വെക്കണത്. ഇച്ചിരികൂടെ വെക്കാം അല്ലേ, ഇച്ചിരികൂടെ വെക്കാം. ഇത് മതിയാവും, മതി. പിന്നെ ഒരു ലെയറും കൂടെ വരാനുള്ളതല്ലേ. അപ്പോൾ ഒരു ലെയർ ഇത്. പിന്നെ ഈ ബൗളിലേക്ക് ബാക്കി ലെയർ എടുക്കാം. അടുത്തതിലേക്കും സെറ്റ് നമുക്ക് ഉള്ളത് കൊണ്ട് ഒരു ഓർഡർ അനുസരിച്ച് അങ്ങ് വെക്കാം അല്ലേ. എങ്ങനെയാന്ന് വെച്ചാൽ ഗ്ലാസ്സിലേക്ക് വേണമെങ്കിൽ ഇച്ചിരി ഇത് കഴിഞ്ഞിട്ട് എന്നാ ചെയ്യാൻ പോണെന്ന് അറിയാമോ? ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുക കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തണുക്കാനില്ല. ഫുൾ തണുത്ത് കഴിഞ്ഞിട്ടാ ടെമ്പളറിലേക്ക് നമ്മൾ മാറ്റിയേക്കണത്. അപ്പോൾ പിന്നെ വേറെ തണുക്കാനില്ല. അതുകൊണ്ട് മൊത്തം ഇത് നമ്മൾ ഇതിൽ നിന്ന് എടുക്കണം. ഇനി എടുത്തിട്ട് കാണിക്കാം. ലെവൽ ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പാത്രം ഞാനൊന്ന് കഴുകിക്കൊണ്ട് വന്നാൽ അടുത്ത ലെയർ തയ്യാറാക്കാം. അപ്പോഴത്തേക്ക് ഇതൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ വേണം കേട്ടോ സെറ്റാവാൻ. സെറ്റായി കഴിഞ്ഞാൽ അതിൻ്റെ മീതെ അടുത്ത ലെയർ നമുക്ക് കൊടുക്കാം.
ഒരു ലെയർ പുഡിങ്ങിൻ്റെ തയ്യാറാക്കി ആ ബൗളിൽ അവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ എന്തായാലും ഇരിക്കണം സെറ്റ് ആവാൻ. പിന്നെ അടുത്ത ലെയറിന് വേണ്ടി ആ കപ്പിൽ ആ അളവ് തന്നെ 3/4 കപ്പ് പാല്, തണുത്ത പാല് കേട്ടോ, കാച്ചാത്ത പാല്. അതിന് ഇതുപോലെ തന്നെ 2 വടിച്ച് കോൺഫ്ലവർ മേടിക്കാറായി നമുക്ക്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് അടുത്ത പരിപാടി ഗ്യാസിലേക്ക് നോക്കാം കേട്ടോ. അടുത്ത ട്രിപ്പാട്ടോ. ഈ സ്പൂൺ ഇതിന് ഒരു 1/4 സ്പൂൺ ഇത്ര മതി. അത് പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ പഞ്ചസാര ചുമ്മാ അങ്ങ് ബ്രൗൺ ആയി വരട്ടെ കേട്ടോ. കാരമലൈസ് ചെയ്ത് ശരിക്കും ഡാർക്ക് കളറിലല്ല നമ്മൾ ഈ പുഡിങ്ങിൻ്റെ മീതെയുള്ള ലെയർ വന്നത്. ഒന്ന് ശരിക്ക് ബ്രൗൺ കളർ ഉണ്ടല്ലോ ചോക്ലേറ്റ് ലെയർ ആയതുകൊണ്ട്, അപ്പോൾ ഒരു ലൈറ്റായിട്ട് കളർ മാറുള്ളൂ. അപ്പോൾ നമുക്കിത് കളർ മാറിക്കഴിയുമ്പോൾ ആ പാൽ ഇതിലേക്ക് ചേർക്കണം. കോൺഫ്ലവർ മിക്സ് ചെയ്തിരിക്കണം പാൽ കേട്ടോ. അപ്പം നമുക്ക് ഫ്ലെയിം എപ്പോഴും കുറച്ചിട്ട് ഇളക്കാം. ഇളക്കണമെന്നില്ല, ഇപ്പം ഇതായി വരുമ്പോൾ ഇളക്കിയാൽ മതി. ആ ഒപ്പം തന്നെ കപ്പിൽ കോൺഫ്ലവർ കലക്കി വെച്ചില്ലേ, അതിലേക്ക് 2 സ്പൂൺ വടിച്ച് ഷുഗർ ഇട്ട് മിക്സ് ചെയ്യണം. അതിന് മധുരം വേണമല്ലോ. ഇതിലധികം ഇത് കിട്ടൂലല്ലോ, ഷുഗർ മധുരം ഉണ്ടാവൂലല്ലോ. അതുകൊണ്ട് അതിലങ്ങ് മിക്സ് ആയിക്കോളൂ. ഇനി നമുക്കിവിടെ പതുക്കെ ഇളക്കി കൊടുക്കാം കേട്ടോ. പതുക്കെ ഇതായി വന്നു തുടങ്ങി. ഇത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, ഷുഗർ തന്നെയാണ് കരിഞ്ഞ് വന്നത്. നമുക്ക് വെള്ളത്തിന് പകരം ആ ടൈം ആകുമ്പോൾ ആ പാലം ഒഴിച്ചു കൊടുക്കാം. പിന്നെ എന്നിട്ട് കുറുക്കിയെടുക്കാതെ ഇത് അങ്ങനെ പഞ്ചസാര ഈ രീതിയിൽ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് ബ്ലാക്ക് കളറിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. ഈ ടൈമിൽ ആ കോൺഫ്ലവറും ഷുഗറും പാലും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കുറുക്കിയെടുക്കണം. ഇങ്ങനെ അതാണ് ചേർക്കുവാണേ. ഒരു സൗണ്ട് കേൾക്കും. ഇപ്പം പഞ്ചസാര ചിലപ്പോൾ ഇതായതുകൊണ്ട് അത് വിഷയമില്ല, അത് ശരിയായി വന്നോളും. കുറച്ച് വരും, അത് ശരിക്കും അലുത്ത് പോന്നോളും. ഇളക്കുക. അലുത്ത് വന്ന അടിയിലെ ഷുഗർ നമ്മൾ കോൺഫ്ലവറും ആ പഞ്ചസാര കരിച്ച സിറപ്പിലേക്ക് അത് ഒഴിച്ച് ഇങ്ങനെ ഈ കൺസിസ്റ്റൻസിയിലാക്കി ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് വെള്ളത്തിൽ വെച്ച് നമുക്ക് തണുക്കാൻ അനുവദിക്കാം. തണുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ മറ്റത് സെറ്റ് ആവുമോ എന്ന് നോക്കാം. എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ ആ സിറപ്പ് സെറ്റായിട്ട് അതിൻ്റെ മീതയിലേക്ക് ഇത് സെറ്റാക്കാൻ വെക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് കാണിച്ച് സെറ്റാക്കാൻ വെക്കാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സെറ്റായി കിട്ടണം, ഒന്ന് വെക്കാം, അത്രയേ ഉള്ളൂ. ഇതും മറ്റേ നമ്മൾ ചെയ്ത പോലെ ടൂട്ടി ഫ്രൂട്ടി പുഡിങ് തയ്യാറാക്കിയില്ലേ, ആ പുഡിങ്ങിന്റെ പോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരു ന്യൂ ഇയർ മധുരമാകട്ടെ. ഇവിടെ നോക്കി പറ. അപ്പൊ എല്ലാവർക്കും ഒരു പുതുവത്സരത്തിന് നല്ലൊരു മധുരം കഴിച്ച് പുതുവത്സരം എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക. ഇത്തവണ നല്ലൊരു പുതുവത്സരം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതെ. അങ്ങനെ നമ്മുടെ ഒരുവിധം സെറ്റായി. പുഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കണ പുഡിംഗ് അല്ല, സ്പൂൺ കൊണ്ട് കോരി കഴിക്കണ പുഡിങ്ങാണ്. അപ്പം നമ്മൾ ഈ ഫോമിൽ മതി. ഇനി ഇതിൻ്റെ മീതായിട്ട് നമുക്ക് അടുത്ത ലെയർ സെറ്റാക്കാൻ വെക്കാം. വെച്ചോളൂ. തണുപ്പിച്ച് നല്ല ഇതാക്കി വെച്ചതാണ് കേട്ടോ. വെച്ചിട്ട് നമുക്ക് ഇതാക്കാം. പരത്തി ശരിയാക്കി തന്നെ ആയിക്കോളും, അത് ഒഴുകി തന്നെ ആയിക്കോളും. നമുക്ക് ഇതിൻ്റെ മീതെ ഡെക്കറേഷൻ ഉണ്ട് കേട്ടോ, അത് ലാസ്റ്റ്. ഇതും ഫ്രിഡ്ജിൽ നമുക്ക് വെക്കണം, ഒരു 2 മണിക്കൂർ ഇരിക്കണം. എന്നിട്ടാണ് ഫുൾ സെറ്റാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഇത് ചെയ്യാം. ചട്ടി എടുത്ത് ശരിയാക്കാം കേട്ടോ. പിന്നെ ഡബിൾ ലെയർ ആയിട്ടുള്ള പുഡിങ്ങിനി ഫ്രിഡ്ജിൽ വെച്ച് ഫുൾ സെറ്റാക്കാനായിട്ട് വെക്കുവാണ്. ഇത് സ്പൂണിൽ ഞാൻ പറഞ്ഞല്ലോ കോരി കഴിക്കുന്ന ടൈപ്പിലുള്ളതാണ്, കട്ട് ചെയ്തെടുക്കണമല്ല. അതുകൊണ്ടാണ് കൂട്ട ഈ ബൗളുകളിൽ ഇങ്ങനെ വെച്ചത്. അപ്പോൾ ഒരു സ്വല്പം ഈ ക്രീമിന്റെ ഇത് ബാക്കിയുണ്ട്, അത് ഞങ്ങൾ സെപ്പറേറ്റ് വേറെ എടുത്ത് കഴിക്കാമെന്ന് കരുതി. അതിൽ കൂടുതൽ ഇതായി കഴിഞ്ഞാൽ പുള്ളുമില്ലല്ലോ, രണ്ടും ഏതാണ്ട് ഒരു ഈക്വൽ പോലെ ഇരിക്കണ്ടേ. ഇനിയിപ്പൊ എല്ലാം കഴിഞ്ഞ് കഴിക്കുന്നതിന് മുമ്പ് ഒരു സ്വല്പം ഡെക്കറേഷൻ ഉണ്ട് മീതെ, അത്രേ ഉള്ളൂ. വെക്കാം.
ഞാൻ വെച്ചിരിക്കുന്ന പുഡിങ് നമുക്ക് എടുക്കാം. ക്രിസ്മസ് പ്രമാണിച്ച് ഫ്രിഡ്ജിൽ സ്പേസ് ഇല്ല. രണ്ടെണ്ണത്തിലാണ് വെച്ചിരുന്നത്. നമ്മൾ ഇങ്ങനെ സ്റ്റീലിന്റെ ഒരു അടപ്പ് വെച്ചാണ് കേട്ടോ മൂടി വെച്ചിരുന്നത്. വെച്ചോ അടപ്പും. അപ്പൊ ഇന്നും രാത്രി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് ഇത് ഡെക്കറേറ്റ് ചെയ്യാനുണ്ടല്ലേ? ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. അതമ്മ അത് എടുത്തോണ്ട് വരട്ടെ കേട്ടോ. എന്നാ നമുക്കിത് ചോക്ലേറ്റ് ചിപ്സ് കൊണ്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. വലിയ പാത്രത്തിൽ കാണിക്കുക. ഡെക്കറേഷൻ കൂടുതൽ കാണാൻ എളുപ്പമാണ്. അല്ല നല്ലതായിരിക്കും. നോക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഇപ്പൊ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് കാഷ്യൂ ആയിരിക്കണം. അത് ഇതിലിട്ടാൽ ശരിയാവൂല. കളറ് ഇത് ഓരോ ലെയറിൽ വേണമെങ്കിൽ ഒരു ലെയർ കഴിയുമ്പോൾ ഒരു ലെയർ ഡ്രൈ ഫ്രൂട്ട്സ് ഇടാം, എന്നിട്ട് അടുത്ത ലെയർ ഇടാം. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഭാവന അനുസരിച്ച്. അതെ ഞങ്ങളിപ്പോ ന്യൂ ഇയറിലേക്ക് വേണ്ടി തട്ടിക്കൂട്ടി ഒരു സ്വീറ്റ്, നല്ലൊരു സ്വീറ്റ് തന്നെ വേണ്ടേ. അപ്പൊ അതുകൊണ്ട് ലെയർ പുഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏതാന്ന് വെച്ചാ പൈനാപ്പിളിന്റെ ലെയർ പുഡിങ് അല്ലേ ചെയ്ത. പിന്നെ ഇന്നാളിട്ട പുഡിങ് അമ്മ മറന്നുപോയി ഏതാന്ന്. പുഡിങ് ബിസ്ക്കറ്റാ അല്ലേ. അപ്പൊ ഇനിയിപ്പൊ ഇത്രയും പോരെ ഡെക്കറേഷൻ കേട്ടോ. അപ്പൊ ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് ടേസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ 2 ലെയർ കണ്ട രണ്ടും കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. പിന്നെ ഇതും എടുക്ക്. അടിപൊളിയാണ്. സൂപ്പർ പുഡിങ് കേട്ടോ. ടേസ്റ്റ് നല്ലതാണോ? വളരെ ടേസ്റ്റ്, വളരെ സിമ്പിളാണ്. നമ്മുടെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ലെയർ പുഡിങ് പോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു പുഡിങ് ആണ്. ആകെയുള്ള ഒരു 2 പ്രാവശ്യം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്രീമുകൾ റെഡിയാക്കി എടുക്കണം. അത്രയുള്ളൊരു ഇതേ ഉള്ളൂ. അത് ഫ്ലഫി ആണെന്ന് കാണിച്ച് അതിൻ്റെ നല്ല ഫ്ലഫി കാണിക്കുക. അപ്പം ഇതിങ്ങനെയുള്ള ബൗളിലാണ് ഞങ്ങൾ തയ്യാറാക്കിയെടുക്കുന്നത്. സൂപ്പറാണ് ടേസ്റ്റ്. ഇതിൻ്റെയൊക്കെ ഉണ്ടോ? ചോക്ലേറ്റിൻ്റെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. ചോക്ലേറ്റിന്റെ ടേസ്റ്റും പിന്നെ കാരമലൈസ് ചെയ്തിട്ടുള്ളതിന്റെ ടേസ്റ്റും ഒക്കെ നന്നായിട്ടുണ്ട്. ചെയ്യുമ്പോൾ കളറ് കുറച്ചുകൂടെ ബ്രൗൺ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇത് ചെയ്താൽ മതി. കാരമലൈസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് ചെയ്തെടുത്താൽ മതി. ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. കാരണം അടിയിൽ ചോക്ലേറ്റ് ലെയർ അല്ലേ വന്നേക്കണം. അപ്പം മീതയും കൂടെ കൂടുതൽ ബ്രൗൺ ആകുമ്പോൾ ഒരു രസമാവൂല. അപ്പം ലൈറ്റ് ആയിട്ടൊന്നും ഇതെടുത്തേ ഉള്ളൂ കേട്ടോ. അതെ. അപ്പോൾ ഇത് നമ്മൾ എടുക്കുകയാണ്. എടുത്ത് ഇത് കണ്ടോ, രണ്ടും സെപ്പറേറ്റ് ലെയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ വേണം. അങ്ങനെ ആയാലില്ലേ അടിയിലായിട്ടുണ്ട്. അത് അടിയിലത്തെ ലെയർ സെറ്റായതിനു ശേഷം മാത്രമേ മീതെ ലെയർ അതിലേക്ക് ഒഴിച്ചു വെക്കുള്ളൂ നമ്മൾ സെറ്റാക്കാൻ വേണ്ടി. അപ്പൊ രണ്ടും നല്ല കറക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കും. നല്ല രസമായിട്ടുണ്ട്. ഒട്ടും രണ്ടും തമ്മിൽ മിക്സപ്പ് ആയി പോയിട്ടുമില്ല. നല്ല കറക്റ്റ് ഭംഗിയായിട്ടും അത് വന്നിട്ടുണ്ട്. പിന്നെ അധികം പാകം തണുപ്പും അല്ലേ. പാകം തണുപ്പും പാകം മധുരം ഞാൻ എല്ലാ പുഡിങ്ങിനും പറയാറുണ്ട്. ഐസ്ക്രീം പോലെയല്ല, പുഡിങ് ചെയ്യുമ്പോൾ സ്വല്പം മധുരം കുറവായിട്ട് എടുക്കാവുള്ളൂ. എന്നാലാണ് പുഡിങ്ങിന്റെ തനതായ ടേസ്റ്റ്.